പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് അറബിക്കിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് വന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് ഡിസ്കഷൻ ചെയ്യുകയാണ്. അപ്പോൾ അജിബ അൻ അശ്റത്തി മിനൽ അസ്ലത്തിൽ ആതിയത്തി ഫി കലിമത്തിൻ ഔ കലിമത്തൈനി യഹ്മിലു കുല്ലു വാഹിദിൻ മിൻഹ അലാമത്തൻ വാഹിദ. ശേഷം തന്ന 15 ക്വസ്റ്റ്യനിൽ നിന്ന് 10 എണ്ണത്തിന് ഉത്തരം നൽകുക. ഓരോ പദത്തിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസുകളിൽ എല്ലാത്തിനും ഓരോ മാർക്ക്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉക്തുബുൽ മുഖാബിലിൽ ഇൻജലീസിയ അവൽ അറബിയ ലിൽ കലിമാത്തിൽ ആത്തിയ. ശേഷം വരുന്ന ഇംഗ്ലീഷിലും അറബിയിലും വന്ന പദങ്ങൾക്ക് തുല്യമായ അറബി ഇംഗ്ലീഷ് പദങ്ങൾ എഴുതാനാണ്. ഒന്നാമത്തത് ഓഡിയോ ഫയൽ. അതിന് നമുക്ക് മിലഫുൻ സൗത്തിയുൻ എന്ന് പറയാം. ഓഡിയോ ഫയലിന് മിലഫുൻ സൗത്തിയുൻ എന്നതാണ് അതിൻ്റെ തുല്യമായ അറബി പദം. രണ്ടാമത്തത് ആർക്കിടെക്ട്സ്. അതിന് നമുക്ക് അൽ ഹിന്ദിസത്തുൽ മെഅമാരിയ എന്ന് പറയാം. അൽ ഹിന്ദിസത്തുൽ മെഅമാരിയ, ആർക്കിടെക്ട്സ്. അടുത്തത് മൂന്നാമത്തത് കോമ്പൻസേഷന് നമുക്ക് തഅവീൽ എന്ന് പറയാം. നാലാമത്തത് അംബാസഡർ നമുക്കറിയാം. സഫീർ എന്നാണ് അംബാസഡറിന് പറയുക. അടുത്ത അഞ്ചാമത്തത് ഡേറ്റ് ഓഫ് എക്സ്പയറി. അതിന് നമുക്ക് അറബിയിൽ താരീഖു ഇന്തിഹാഇ സ്വലാഹിയ എന്ന് പറയാം. താരീഖു ഇന്തിഹാഉ സ്വലാഹിയ. ആറാമത്തത് ഏജൻറ്റിന് നമുക്ക് ആമിൽ എന്ന് പറയാം. ആമിൽ, അറബിയിൽ ആമിൽ. ഏഴാമത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അതിന് നമുക്ക് അൽ മുഹലാത്തു തഅലീമിയ എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ അറബി പദം. അൽ മുഹലാത്തു തഅലീമിയ. എട്ടാമത്തത് റിസാലത്തു ഇഅ്തിദാർ. അതിന് നമുക്ക് അപ്പോളജി ലെറ്റർ. അതിൻ്റെ ഇംഗ്ലീഷ് പദം അപ്പോളജി ലെറ്റർ എന്നുള്ളതാണ്. അപ്പം മാപ്പ് അപേക്ഷാ ലെറ്റർ, റിസാലത്ത് ഇഅ്തിദാർ, അപ്പോളജി ലെറ്റർ. ഇനി ഒമ്പതാമത്തത് അൽ മുറഫഖാത്തിന് നമുക്ക് ഇംഗ്ലീഷിൽ എന്താണ് അതിൻ്റെ തുല്യമായ പദം അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ളതാണ്. അൽ മുറഫഖാത്ത്, അറ്റാച്ച്മെൻറ്റ്സ്. അടുത്തത് അദ്ദർദിശത്തു. അതിന് നമുക്ക് എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ചാറ്റിങ്ങിനാണ് അദ്ദർദിശത്തു എന്ന് പറയുന്നത്. 11ാമത്തത് അർ റാത്തിബുൽ അസാസി. അതിന് നമുക്ക് എന്താണ് ബേസിക് സാലറി. അതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ബേസിക് സാലറി. അർ റാത്തിബുൽ അസാസി, ബേസിക് സാലറി. 12ാമത്തത് മുഹല്ലിലു ബയാനാത്ത്. അതിന് നമുക്ക് ഡേറ്റ അനാലിസ്റ്റ് എന്ന് പറയാം. അടുത്തത് 13ാമത്തത് ലറായിബ്. 13ാമത്തത് ലറായിബ്. അത് ടാക്സസിനാണ് ലറായിബ് എന്ന് പറയുന്നത്. ലറായിബിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടാക്സസ്. അടുത്ത 14ാമത്തത് ഇഖാമത്തു സാബിത. അൽ ഇഖാമത്തു സാബിത. അതിന് പെർമനൻറ്റ് റെസിഡൻസ്. അൽ ഇഖാമത്തു സാബിത, പെർമനൻറ്റ് റെസിഡൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അൽ ഇഖാമത്തു സാബിതയ്ക്ക് പറയുന്നത്. അടുത്ത 15ാമത്തത്
അഷഹാദത്തുൽ മദ്രസിയ അത് നമുക്കറിയാം. ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റ്സിനാണ് നമുക്ക് അഷഹാദത്തുൽ മദ്രസിയ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ആൻസർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.